എഞ്ചിനീയർ വിട്ടിട്ട് വാ. പെട്ടി വന്നിട്ട് എടുക്കാം. ശരി. ഓക്കെ നരേഷ്. ഓക്കെ. വീട്ടിലിരുന്ന് സിനിമ കാണാൻ പറ്റിയാൽ അതൊരു സൗകര്യം തന്നെയാണ്. അച്ഛനും അമ്മയും ഇപ്പൊ വന്നു. വേണു കാർ അയച്ചു. വരണമെന്ന് വിചാരിച്ചിരിക്കുമ്പോ അതൊരു സൗകര്യമായി. മുത്തച്ഛന്റെ കാര്യം എഴുത്തച്ഛൻ നോക്കിക്കൊള്ളും. അയാൾ അവിടെ കിടക്കുകയും ചെയ്യും. ചായ വേണോ അതോ കുളിച്ച് തൂണ് കഴിക്കണോ? അമ്മയാണോ ഇപ്പൊ ഇവിടെ ഭരണം? ദേവി വേണുവിന്റെ കൂടെ അങ്ങാടിയിൽ എന്തോ വാങ്ങാനുണ്ടെന്നും പറഞ്ഞു പോയി. കൃഷ്ണേട്ടൻ ചെക്കപ്പ് നടത്തിയത് വിസ്തരിക്കുന്ന കേട്ടപ്പോ അച്ഛനും ഒരു മോഹം. വേണു കൊണ്ടുപോയിരുന്നു. ഒരു വസ്തുവില്ല, പ്രഷർ ഇത്തിരി ജാസ്തിയാ. അതിന് ദിവസം ഒരു ഗുളി കഴിക്കണം, വേറെ ഒന്നും വേണം. അല്ലേ രാജമാ കുട്ടികൾ പറയണത് ഇങ്ങനെ വാങ്ങിക്കൊടുക്കാൻ തുടങ്ങിയ ഒരു അവസാനം ഉണ്ടാവോ? ആ, ഞാൻ നിന്നെ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കായിരുന്നു. നീ എന്താ പിന്നെ വിളിക്കാഞ്ഞേ? എന്തായി? ഒക്കെ വല്ലാത്ത വില. പക്ഷെ നല്ല സാധനങ്ങളല്ലേ, വിലയുണ്ടാവും. കുട്ടികൾ പറയേണ്ട താമസം എടുത്തു വെക്കാൻ പറയും വേണു. വില എന്താണെന്നുള്ള ചോദ്യം ഇല്ല. അങ്ങേർക്ക് പെട്ടെന്ന് പൂനെക്ക് പോകേണ്ടി വന്നു. ഡിസ്കഷൻ കഴിഞ്ഞില്ല. പൂനെ എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്ക മറ്റാണോ? 35 മിനിറ്റ് ഫ്ലൈറ്റിന്. 2 ദിവസം അവിടെ ബിസി ആവുന്നു ഉറക്കുന്നു. അപ്പൊ തിരിച്ചു വരുന്നവരെ നീ വെയിറ്റ് ചെയ്യണം. ആവശ്യം നമ്മുടെ അല്ലേ? നിങ്ങളെയൊക്കെ ഓരോ കാര്യം ഏൽപ്പിച്ചാല് രണ്ടാലൊന്നറിയാൻ നേരെ മടങ്ങി വന്നിരിക്കുന്നു. ആ ശരി, ഞാനൊന്നുകൂടെ വിളിക്കട്ടെ. സൗത്തിലേക്ക് വരുന്നുണ്ടോന്നറിയാം. ഞാനൊന്ന് പോയി വരാം. ഉണ്ണാൻ എന്നെ വെയിറ്റ് ചെയ്യണ്ട. ആ ദേവി, കുട്ടികളുടെ 1-2 ചില്ലറ സാധനങ്ങൾ കൂടെ വാങ്ങാനുണ്ട്. വൈകുന്നേരം അതോട് വാങ്ങിച്ചു കൊടുക്കും. റെഡി, ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്താ വേണുവിന് ദേഷ്യം പിടിച്ചിരിക്കുന്നത്? ഏകദേശം മനസ്സിലായി. ഏൽപ്പിച്ച പണി കഴിഞ്ഞിട്ട് പോന്നാ മതിയായിരുന്നില്ലേ? മടങ്ങി വരാതെ അവിടെ തന്നെ ഇരുന്നാൽ കൂടുതൽ സൗകര്യമായിരുന്നു അല്ലേ? എന്താ? ഒന്നുമില്ല. ഹലോ രാജൻ, ബോംബെയിലാണെന്ന് ആരോ പറഞ്ഞു. ആ, എഞ്ചിനീയർ ഓഫീസ് ഞാൻ വിളിച്ചിരുന്നു. ഏത് ഗ്രൂപ്പായിട്ട് ഹോട്ടലിലെ ലിങ്കപ്പ്? ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ആ രാജൻ, ഷോപ്പ് റൂംസിൽ ഒന്ന് എനിക്ക് വേണം. ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്യാണ്. വേണുവേട്ടനുമായിട്ട് സംസാരിക്കും. താൻ വലിയ മാനേജിംഗ് പാർട്ണറാണെന്നൊക്കെ പറഞ്ഞിട്ട് വിരൽ വെച്ച സ്ഥലത്തെല്ലാം ഒപ്പിട്ട് കൊടുക്കും അല്ലേടൂ? എന്ത് പാർട്ണറാടൂ താൻ? മുതലാളിക്ക് ഒരു ഫോണുണ്ട്. എനിക്കോ? അല്ല, രാജൻ മുതലാളിക്ക്. താൻ എന്നാടൂ മുതലാളിയായത്? എന്താ ആവാൻ പാടില്ലെന്നുണ്ടോ? ഊണെടുക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചിരിക്കുന്നു. എല്ലാവരും കഴിച്ചു. 10-10:30 വരെ കാത്തു. ഓഫീസിൽ വിളിച്ചപ്പോ വൈകുന്നേരം വന്നില്ല എന്ന് വേണുവേട്ടൻ പറഞ്ഞു. ഞാനൊരു വീട് അറേഞ്ച് ചെയ്യാൻ നടക്കുകയായിരുന്നു. കണ്ടു, ഉറപ്പിച്ചു. ആർക്കാ വീട്? നമുക്ക്, പിന്നല്ലാതെ ആർക്ക്? എന്നും ഇവിടെ തന്നെ കൂടാന്നാണോ വിചാരിച്ചത്? എന്ന് അങ്ങനെ വേണുവേട്ടൻ പറഞ്ഞു. പറയണോ? അതിനാരുടെയെങ്കിലും പെർമിഷൻ വാങ്ങണോ? എനിക്ക് എന്റേതെന്ന് പറയാനൊരു സ്ഥലം വേണം. തീരുമാനിച്ചു. അപ്പോ വേണുവേട്ടൻ ഇവിടെ ഒറ്റയ്ക്ക്? നീ ശുശ്രൂഷിക്കാൻ വരുന്നതിനും ഒറ്റയ്ക്കായിരുന്നില്ലേ? അയ്യോ പതുക്കെ. അപ്പുറത്തെ മുറിയിൽ അപ്പുണ്ണേട്ടനും മാലേച്ചും കിടന്നിട്ടില്ല. അളിയച്ചാരും വന്ന്. ഇനി ആരുണ്ട് നാട്ടിൽ നിന്ന് വരുന്നു വരാൻ ബാക്കി? ഓ, മുത്തശ്ശനുണ്ട്. മുത്തശ്ശനെ എഴുത്തച്ഛനെ കൂടെ കെട്ടിയെടുക്കായിരുന്നില്ലേ? വേണുവേട്ടൻ മുഖേന എന്തോ ഒരു കോൺട്രാക്ടിന്റെ കാര്യം ശരിയാക്കാൻ വന്നതാ അപ്പുണ്ണേട്ടൻ. നക്കാപ്പിച്ച കൊഴിഞ്ഞു വീഴുന്നത് നോക്കി എല്ലാവരും തൊഴുതു നിൽക്കുകയല്ലേ? ഈശ്വരനെ പോലെ ആശ്രിത വത്സലനായി ഇദ്ദേഹത്തിന്റെ ഒരു അഭിനയം, പ്രജകളായി നിങ്ങളുടെ അഭിനയം കാണുമ്പോ അറയ്ക്കും. അയ്യോ പതുക്കെ. വേണുവേട്ടൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. എന്തൊക്കെയായി പറയണേ? കേട്ടാലെന്താ തല പോവോ? നോക്കൂ, എടുത്തു ചാടി ഒന്നും നിശ്ചയിക്കണ്ട. വീടെടുക്കണ കാര്യമൊക്കെ വേണുവേട്ടനുമായിട്ട് ആലോചിച്ചിട്ട് മതി. വേണുവേട്ടൻ പറയണ പോലെ ചെയ്യാം. ഇനി എനിക്കൊരു ഭയമേ ഉള്ളൂ. അയ്യോ, വേണുവേട്ടൻ ഒറ്റയ്ക്കല്ലേ, ഞാൻ ആ മുറിയിൽ കൂടെ കിടന്നോട്ടെ എന്ന് നീ ചോദിക്കുന്നത് എന്നാണെന്ന് കാത്തിരിക്കുകയാണ് ഈ ഉള്ളവൻ. പറഞ്ഞാലുണ്ടല്ലോ. എന്താ എന്താ ബഹളം? ഒന്നുമില്ല.
ശമ്പളം കൊടുക്കാനുള്ള എമൗണ്ടിന് ചെക്ക് എഴുതിയില്ലേ രാജ? അക്കൗണ്ടന്റ് ഇവിടെ വിളിച്ചിരുന്നു. ശമ്പളക്കാര്യം തന്നെയാണ് എനിക്കും അറിയേണ്ടത്. എന്റെ ശമ്പളം എത്രയാണ്? രജിസ്റ്ററിലെ കണക്ക് നീ നോക്കണ്ട. ആവശ്യത്തിന് ഡ്രോ ചെയ്തോളാം ഞാൻ പറഞ്ഞിട്ടില്ലേ? വേറെ വല്ല ഹെഡിൽ നമ്മളത് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ആ സിസ്റ്റം വേണ്ട. എന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എനിക്ക് കൃത്യമായി അറിയണം. പണ്ട് കാർന്നോമാര് ഇത് വെച്ചോ എന്ന് പറഞ്ഞ് ചില്ലറക്കാശ് പോക്കറ്റിലിട്ട് വരുന്ന മാതിരിയുള്ള ഈ ഇടപാടുണ്ടല്ലോ, അത് വേണ്ട. പകല് ബാറിൽ പോകരുതെന്ന് ഞാൻ ഒരിക്കൽ നിന്നോട് പറഞ്ഞതാണ്. ഞാനൊരു വീടെടുത്തു. എത്ര ചെലവ് ചെയ്യാം, എന്ത് വരവുണ്ടാവും എന്നെനിക്ക് അറിഞ്ഞു വെക്കണമല്ലോ. ബുദ്ധിമുട്ട് വരില്ല, അതറിഞ്ഞാ പോരെ. ആ സൗകര്യത്തിനാണല്ലോ ലാഭത്തിലൊരു വിഹിതം, ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ ഉണ്ടാക്കിയത്. ഓ, പാർട്ട്ണർഷിപ്പ്. കൊട്ടിഘോഷിക്കാൻ ഒരു പാർട്ട്ണർഷിപ്പ്. മുതൽ മുടക്കാതെ എനിക്ക് ഒരു വിഹിതവും ആരും ഓശാരം തരണ്ട. രാജൻ പോ. പണത്തിന് ബുദ്ധിമുട്ട് വരാതെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? ഒറ്റയ്ക്കൊരു വീടെടുത്ത് താമസിക്കുന്നതും നല്ലത്. അതാണ് സൗകര്യം. മാറിക്കോ. നമ്മുടെ ഗസ്റ്റ് ഹൗസില്ലേ, വാടകയുടെ പ്രശ്നവും വരുന്നില്ല. ദാനം വേണ്ട, ഞാൻ പറഞ്ഞില്ലേ. രാജ, യു ആർ പാർട്ട് ഓഫ് ദ ഷോ. പാർട്ട് ഓഫ് ദ ഷോ, ബിനാമി പാർട്ട്ണർ. ഇപ്പൊ ആളുകൾ പറയുന്നത്. രാജ, ലഹരി ഇറങ്ങിയിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നീ വീട്ടിൽ പോ. ജോലിക്കാരൻ നിന്നെ ഈ ഫോമിൽ കാണണ്ട. പോ. വേണ്ട, പോണ്ട. സ്ഥിരമായിട്ട് തന്നെ താമസിച്ചോളണം. സ്വന്തം ബന്ധുക്കൾ വരാറില്ലേ? അവരെ വിളിച്ചോ താമസിപ്പിക്കണം. ഉറപ്പേ, ഞങ്ങൾ നിങ്ങളുടെ ജനങ്ങളിലെ താമസിക്കണേ. അച്ഛനൊന്നും മിണ്ടായിരിക്കും. ഒന്നുമില്ലെങ്കിൽ വേണോട്ടം കേട്ടാ എന്ത് തോന്നും? ആ, കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ടാ ഇരുന്നത്. ഓ, എനിക്കിവിടെ വേറെ ഇത്തിരി പണിയുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇവിടെയും കൂടെ കയറാലോന്ന് വെച്ചു. അത് നന്നായി. പിന്നെ ഞാൻ കാണുന്നത് തുറന്നു പറയും. ആർക്ക് ഇഷ്ടായാലും ഇല്ലെങ്കിലും. ഇപ്പോൾ ഞാൻ സംസാരിച്ചത് ചിലർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. മകൻ കല്യാണം കഴിച്ചെന്ന് വെച്ച് എല്ലാവരും ഒന്ന് കുടിപാർക്കണേനും ഒരു അതിരില്ലേ? നനഞ്ഞേരം കുടിക്കുന്നധികം. എടോ, എന്റെ മകന്റെ അടുത്ത് വന്ന് താമസിക്കാൻ എനിക്ക് തന്റെ സമ്മതം വേണം. ടാക്സ് നിർത്തിയിരിക്കുക. ഞാൻ ഇറങ്ങട്ടെ. ആ. ദേവി, എന്താ അതില് തെറ്റ്? ഈ ഭാഗത്ത് ഇനിയും വലിയ വർക്ക് കിട്ടുവെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും ഒരു വീടെടുത്ത് താമസിച്ചാൽ എന്താ? അവിടുത്തെ നമ്മുടെ വീട് വാടകയ്ക്കെടുക്കാൻ എത്രയോ ആളെ കിട്ടും. കുട്ടികളുടെ പഠിപ്പോ 5000 10,000 കൊടുത്താ ഇവിടെ അഡ്മിഷൻ കിട്ടില്ല, അതറിയോ? അതൊക്കെ വേണു ഒരു വാക്ക് പറഞ്ഞാൽ കിട്ടുന്നേ. ആഴ്ചയിൽ 2-3 തവണ ഇങ്ങോട്ട് വന്നു പോവാൻ തന്നെ എന്ത് ചെലവ് വരും? അത് കൂട്ടുമ്പോഴോ? നിനക്ക് എന്തിന്റെ പ്രാന്താ? ഒരു കാര്യം ചെയ്യൂ, വേണു വന്നല്ലോ, വേണുവിനോട് അഭിപ്രായം ചോദിച്ചു നോക്കൂ. അത് വേണു നിശ്ചയിക്കേണ്ട കാര്യമല്ല. കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കിയിട്ട് അത് വാടകയ്ക്ക് കൊടുത്ത് നല്ലത് പറഞ്ഞ പണ്ട് നിങ്ങൾ കേൾക്കില്ല. വേണു വിചാരിച്ചാൽ നിനക്കും കുട്ടികൾക്കും ചെലവിന് വരുന്നത് ഞാനാ, വേണുവല്ല. മിണ്ടായിരിക്കണുണ്ടോ? നാളെ വീട് മാറണമെന്ന് പറഞ്ഞിട്ടാ പോയത്. ഞങ്ങൾ പോട്ടെ. പോവാം, എല്ലാവർക്കും പോവാം. പോണം. വിരുന്ന് കഴിഞ്ഞു. എല്ലാവരും ഉടൻ സ്ഥലം വിടണം. ഗെറ്റ് ഔട്ട്. എവരി വൺ ഓഫ് യു ഗെറ്റ് ഔട്ട്.